ഇടതുപക്ഷത്തെ തിരുത്തൽ ശക്തിയായി വിലയിരുത്തപ്പെട്ടിരുന്ന CPI മുൻ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഓർമ്മയായിട്ട് ഇന്നേക്ക് ഒരു വർഷം. കാനത്തിന്റെ ഓർമ്മയിലാണ് ജന്മനാടും. കോട്ടയത്ത് ചേർന്ന അനുസ്മരണ യോഗത്തിൽ ഓർത്തഡോക്സ് സഭാ അധ്യക്ഷൻ പ്രിയ കൂട്ടുകാരന്റെ ഓർമ്മകൾ പങ്കുവച്ചു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇന്ന് ജന്മനാട്ടിൽ ചേരുന്ന അനുസ്മരണ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാന രാഷ്ട്രീയത്തിലെ കരുത്തനായ രാഷ്ട്രീയ നേതാവിന്റെ ഓർമ്മയിലാണ് നാട്. പാർട്ടിയിലെ കർക്കശക്കാരനായ നേതാവ്, 2 തവണ നിയമസഭാംഗം, ട്രേഡ് യൂണിയൻ രംഗത്തും മിന്നുന്ന പ്രവർത്തനം, പകരം വെക്കാനാവാത്ത നേതാവായിരുന്നു കാനം. പ്രിയ നേതാവിന്റെ ഓർമ്മകൾക്ക് ഇന്നു ഒരു വർഷം. കോട്ടയത്ത് സുഹൃത്തുക്കളും രാഷ്ട്രീയ സാമൂഹിക മത നേതാക്കളും കാനത്തിന്റെ ഓർമ്മയ്ക്കായി ഒത്തുകൂടി. ഏതാണ്ട് ഒരു 5 മൈലോളം നടന്നെങ്കിൽ SVRNSS കോളേജിലെ ചെല്ലു. അങ്ങനെ ഞങ്ങൾ നടന്നു പോകുന്ന സമയത്ത് ഞാനൊരു 8 മണിക്ക് ഇറങ്ങിയാൽ 8:30 ആകുമ്പോഴത്തേന് കാനം രാജേന്ദ്രൻ്റെ വീടിൻ്റെ വാതിൽക്കൽ ചെല്ലും. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരുമിച്ചാണ് യാത്ര. അങ്ങനെ ഞങ്ങൾ തമ്മിൽ വളരെ അടുത്ത ബന്ധം. അദ്ദേഹത്തിന് അത്രമാത്രം സ്വാതന്ത്ര്യം എൻ്റെ അടുത്തുണ്ട്, എനിക്കും അത്രമാത്രം സ്വാതന്ത്ര്യം അദ്ദേഹത്തോടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ വളർന്നു വന്നത്. പിന്നെ അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പലപ്പോഴും പല കാര്യങ്ങളിലും ഞങ്ങൾ ബന്ധപ്പെടാൻ ഇടയായിട്ടുണ്ട്. CPIയുടെ നേതൃത്വത്തിൽ കാനത്തിന്ന് യോഗം ചേരും. പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടക്കും. മീഡിയ 1 കോട്ടയം.